ഇനി ഇതാ ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിലേക്ക് നമുക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടി ബാക്കിയുണ്ട്. ഞാനിവിടെ ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലക്സും കൂടി ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലക്സ് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അത്രയും അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിന് മുകളിലായിട്ട് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.